ടേസ്റ്റിൽ ഒരു മുട്ട ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും ചോദിച്ചു വാങ്ങി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു മുട്ട റെസിപ്പിയാണിത്. അപ്പോൾ ഈ മുട്ട ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 10 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് വേപ്പില, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 മുട്ട, 2 സ്പൂൺ തേങ്ങ ചിരകിയത്. ഇത്രയുമാണ് നമുക്ക് ഈ മുട്ട ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് മുട്ട മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടി മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയ ഉള്ളിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. മുളകിനെ 2ആയി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒരു മുളക് എടുത്തേക്കുന്നത്. ഇഞ്ചിയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർക്കാം. 2 മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, വേറെ ഓയിലൊന്നും ചേർക്കരുത്. പിന്നെ 1 സ്പൂൺ തന്നെ വെള്ളം ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന ആ ഒരു പാകത്തിനെ ഇതറിയാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിന് ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 മുട്ടയ്ക്കുള്ള അരപ്പാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ശരിക്കും നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ ഇതിന്. നല്ലപോലെ എല്ലാം മിക്സ് ആകത്തക്ക രീതിയിൽ അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അടിച്ച് വച്ചേക്കുന്ന മുട്ടയുടെ കൂട്ടൊഴിച്ചു കൊടുത്ത് നല്ലപോലെ ചിക്കിയെടുക്കാം. നമ്മളിതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും മുളകും വേപ്പിലയും ഒക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണിത്. മൊബൈലിൻ്റെ ക്യാമറയിൽ എത്രത്തോളം കളറുണ്ടെന്ന് എനിക്കറിയില്ല. നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് ഈ മുട്ടയ്ക്ക്. ഞങ്ങളിതിന് മുട്ട ചമ്മന്തി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ മുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുട്ട കൊണ്ടുള്ള ഈ വെറൈറ്റി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.